ആ ഒരു 5 ന്യൂട്ടൺ മീറ്റർ ടോർക്കിൽ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്തോ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ ഇതുപോലെ സോഫ്റ്റ് റോഡ് ചെയ്യുന്നൊരു സമയത്തോ ക്ലച്ച് അധികം ഫെദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്ലച്ച് നല്ല ഹെവിയാണ്. ഈ ക്ലച്ച് യൂസ് ചെയ്തിട്ട് കാരണം എല്ലാ വണ്ടികളിലും റോയൽ എൻഫീൽഡ് പഴം പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ഹാർഡറായിട്ടാണ് കൊടുത്തത്. ഫ്രണ്ടിൽ ഷോയുടെ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. വാട്ട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് ഇന്റർസെപ്റ്ററിന്റെ ബേസ് 650. കഴിഞ്ഞ ഒരു 5-8 ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട്. ഒരു 800-1000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ്നെസ്, ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏതോ ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ് ഞാനുള്ളത്. എവിടെയാണെന്നറിയില്ല. ഭയങ്കര പീസ്ഫുൾനെസ് ആൻഡ് ഇന്റർസെപ്റ്റർ 650, സോറി ദ ബേസ് 650, അതായത് നമ്മുടെ സ്ക്രാംബ്ലർ എഡിഷൻ, ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ എന്ന് തന്നെ പറയണം റോയൽ എൻഫീൽഡിൽ നിന്ന്. അങ്ങനെ ഇത് പ്രോപ്പർ സ്ക്രാംബ്ലർ എന്ന് തന്നെ പറയാനും ഒരു കാരണമുണ്ട്. കാരണം റോയൽ എൻഫീൽഡ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ട്രയംഫ് എന്നുള്ളൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പം ഇന്റർസെപ്റ്റർ 650 ആയാലും ട്രയംഫിൻ്റെ സ്ട്രീറ്റ് വിൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അച്ഛന്മാരുടെ സീരീസിൽ നിന്നും ചെറിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ട്രയംഫിൻ്റെ സ്ക്രാംബ്ലറിൽ നിന്നും ഒരു ഏഡ് ഒന്ന് പകർത്തെടുത്ത പോലെയാണ് നമ്മുടെ ഈ ബേസ് 650 കാണുന്നത്. ലുക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അടിപൊളിയാണ് കാണാൻ. അത് ഒരു പ്രോപ്പർ സ്ക്രാംബ്ലറാണ് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെയിന്റ് സ്കീം ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അത് ആ ബേസ് 650 എന്ന് എഴുതിയതിൻ്റെ ആ സൈഡിലായിട്ട് നമുക്ക് എന്താ പറയുക, റേസിന് പോകുന്ന സമയത്ത് നമ്മുടെ നമ്പർ സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ USD ആണ് വന്നിട്ടുള്ളത്. ഷോയുടെ സസ്പെൻഷനാണ്. കുറച്ചൊരു സ്റ്റിഫറാണ്, ലോങ് ട്രാവൽ ആണ്, പക്ഷേ സ്റ്റിഫറാണ് എന്ന് വെച്ചിട്ട് റൈഡ് മോശമാണെന്നല്ല. റൈഡ് കുറച്ചുകൂടെ കൺട്രോളബിൾ ആണ്. നമുക്ക് 19 ഇഞ്ച് 17 ഇഞ്ച് വീൽസ് ആണ് വന്നിട്ടുള്ളത്. സ്പോക്ക് വീൽസ് ആണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ ചാടിച്ചൊക്കെ ഓടിക്കാൻ പറ്റും. പക്ഷേ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഇത് ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല വരുന്നത്, ട്യൂബ് ടയേഴ്സ് തന്നെയാണ് വരുന്നത്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഈ വീഡിയോ തന്നെ ഞാൻ ലേറ്റർ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ പിന്നെ എന്താക്കണം, നമുക്ക് ഡയറക്റ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഈ ഒരു വീഡിയോൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് വേ ടു സ്പീഡാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ അഡ്വഞ്ചർ സീക്കേഴ്സാണ്, അതും മോട്ടോർ സൈക്കിൾസിന് മുകളിൽ. ഈ ഒരു അഡ്വഞ്ചറിന് പോകുന്നൊരു സമയത്ത് ഒരു ട്യൂബ് ടയറിലെ ഒരു പങ്ക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അഡ്വഞ്ചേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. വേ ടു സ്പീഡിൻ്റെ ട്യൂബ്ലെസ് കൺവേർഷൻ കിറ്റ്. ഇതൊരു ഹൈ ക്വാളിറ്റി സീലൻ്റ് ആണ്. അതായത് ട്യൂബ് ടയറിനെ ട്യൂബ്ലെസ് ടയറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള. പ്ലസ് ഈ കൺവേർഷൻ ചെയ്തൊരു ടയർ ഏതൊരു ടയറിലും യൂസ് ചെയ്യുക. അതായത് റോഡ്സിലോ ഓഫ് റോഡ്സിലോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്വന്തം ഡുക്കാട്ടി ഡെസേർട്ട് സ്ലെഡിനകത്ത് ഈ ഒരു കൺവേർഷൻ ചെയ്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വിതൗട്ട് എനി ട്രബിൾ. പിന്നെ ഒരു മെയിൻ സംഭവമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും. അതായത് മൾട്ടി ലെയർ സീലിംഗ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. ആ ഒരു കാര്യം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ റിം ക്ലീൻ ചെയ്ത് സ്പോക്സ് റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സീലിംഗ് ഇടുന്നത്. പിന്നെ ഒരു ലോങ് ടേം മെയിൻ്റനൻസ് വേണ്ട ഒരു സംഭവമല്ല ഇത്. പക്ഷേ നിങ്ങൾ ഒരുപാട് ടയർ പ്രഷർ കുറച്ച് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബീഡിങ് ഓപ്പൺ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഗിയർ തമ്പേഴ്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതാണ് ഇൻ കേസ് ഓഫ് എനി എയർ ലീക്ക്. ഇത് മാത്രമല്ല, വേ ടു സ്പീഡ് എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബാക്കി മോഡൽസായി ഇന്റർസെപ്റ്ററിനും GT 650ക്കും സസ്പെൻഷൻ അപ്ഗ്രേഡ്സ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല പല മോഡൽസിനും എയർ ഫിൽറ്റേഴ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് either ടോപ്പ് ഗിയർ തമ്പേഴ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് നോക്കാം, അതല്ലെങ്കിൽ വേ ടു സ്പീഡിനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് ടു ദ വീഡിയോ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിം 650cc എഞ്ചിൻ തന്നെയാണ്. സെയിം 650cc എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു 5 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇതിനകത്ത് കൂടിയിട്ടുണ്ട് ഇന്റർസെപ്റ്റർ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഭീകരമായിട്ടുണ്ട്. ഒരു 5 ന്യൂട്ടൺ മീറ്റർ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇന്റർസെപ്റ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത് ഹെവി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ഒരുപാട് ഫെദർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സിറ്റിയിൽ ഓടിക്കാം. ഇതിനകത്ത് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയർ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് തുറന്ന ആവശ്യമില്ല. നമുക്ക് ത്രോട്ടിൽ തന്നെ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. പിന്നെ 2 എക്സോസ്റ്റ് വരുന്ന സമയത്ത്, അതായത് 2 സൈഡിലോട്ട് 2 എക്സോസ്റ്റ് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു സൈഡിലുള്ള എക്സോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ എക്സോസ്റ്റ് ഡിസൈൻ എനിക്ക് അത്ര പേഴ്സണലി അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. അതായത് ഒരു സ്ക്രാംബ്ലറിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിവേ ട്രയംഫിന് കോപ്പി അടിച്ചതല്ലേ, അപ്പം ട്രയംഫിന് പോകുന്ന പോലെ തന്നെ ഉള്ളൊരു രീതിയിലുള്ള ഒരു അപ്സ്വിങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് കൊടുത്തുകൂടെ റോയൽ എൻഫീൽഡിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ സാധനം നല്ല ഹീറ്റിൽ പൊരിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുട കരിയും. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ സീറ്റാണ്. ഈ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സീറ്റിന് ഒരു ചെറിയൊരു സ്കൂപ്പ് പോർഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഇത് കുറച്ചൊന്ന് സ്പോർട്ടി ആയിട്ടാണ് ഇരുന്ന് ഓടിക്കുന്നത്. ആൻഡ് അതും ഭയങ്കര ഒരു റോയൽ എൻഫീൽഡ് ടിപ്പിക്കലായിട്ട് നമ്മൾ എങ്ങനെ ഓടിക്കുന്നു അതുപോലെയല്ല, കുറച്ച് സ്പോർട്ടിയർ ആയിട്ട്, അതായത് ഹെവി ആയിട്ടുള്ള ബൈക്കാണ്, സ്റ്റിൽ കുറച്ചുകൂടെ സ്പോർട്ടിയർ ആയിട്ടാണ് ഓടിക്കുന്നത്. റൈഡർ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അതായത് ഇവിടെ തോന്നുന്നു മനസ്സിലാവും. പില്ലിയൻ സീറ്റിലേക്ക് വരുമ്പോൾ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. ഇതിപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കംഫർട്ടബിൾ ആയതാണോ എന്നറിയില്ല. ഇവിടുത്തെ കുഷനേക്കാളും ഇവിടുത്തെ കുഷൻ കുറച്ച് ടൈറ്റർ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ അത്രത്തോളം പില്ലിയൻ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 കാരണങ്ങളുണ്ട്. പില്ലിയൻ അത്രത്തോളം സ്പേസ് ഇല്ല. പിന്നെ പില്ലിയൻ ടു ഫുട് പെഗ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസും കുറച്ച് കുറവാണ്. ബട്ട് സ്റ്റിൽ കൈൻഡ് ഓഫ് മാനേജബിൾ. സിറ്റിക്ക് യൂസ് ചെയ്യാം. ഹൈവേയിൽ പോകുന്ന സമയത്താണ് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട് തോന്നാം. പിന്നെ പുറകിലേക്ക് വന്ന ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു. എഗെയിൻ ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ ലുക്ക് തന്നെയാണ്. അതും ആ ഒരു എന്താ പറയുക ഒരു ബട്ടൺ ടയേഴ്സ്. ഇതൊരു എന്താ പറയുക 50-50 ടയേഴ്സാണ്. ടയറിൻ്റെ ഫീഡ്ബാക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഫ് റോഡ് ഇറക്കിയ സമയത്തും ഓൺ റോഡ് ഓടുന്ന സമയത്തും നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് അതിമാരകമെന്ന് പറയില്ല, പക്ഷേ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. പിന്നെ ഡുവൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത് പിന്നിൽ. അതും കുറച്ച് ടൈറ്റർ സൈഡാണ്, കുറെ കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്. അതായത് അങ്ങനെ പ്ലഷ് പോലെ ഒരു കപ്പൽ പോലെ പോകുന്ന പോലെയല്ല, നമ്മൾ അറിയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു ക്ലാസിക്
ടെയിൽ ലൈറ്റാണ്. ഇൻഡിക്കേറ്റേഴ്സ് സൂപ്പറാണ്, അടിപൊളിയാണ്, അതിലൊരു സംശയമില്ല, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ബൈ ദ വേ ഞാൻ ഈ ബൈക്ക് ഹൈവേയിൽ ഒത്തിരി ഓടിച്ചു, സിറ്റി ഇത് തന്നെയായിരുന്നു ഓടിക്കുന്നത്. ഒരു ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്ന് ഓഫ് റോഡിന് ഇറക്കി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ വരുന്നത് ഞാൻ ഇതിന് മുകളിൽ നിന്ന് കയറിയിരിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നിട്ടുണ്ട്. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ഇതിന് മുകളിൽ. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് എല്ലാം തന്നെ ബാക്കി 650 വരുന്നത് തന്നെയാണ്. ഇവിടെ ഹൈ ബീം ലോ ബീം വരുന്നുണ്ട്, പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഹോൺ വരുന്നുണ്ട്, മെനു ടോഗിൾ സ്വിച്ച് എവിടെയാണ് വരുന്നത്, ഇവിടെ എഞ്ചിൻ കീൽ സ്വിച്ച് വരുന്നുണ്ട്, കോഷൻ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടാണ് ഇവിടെ ഒരു M എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. അതായത് റെയർ ABS ഓഫ് ആക്കണമെങ്കിൽ അത് ഒരൊറ്റ ക്ലിക്ക് ചെയ്യുക. അപ്പം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെയർ ABS ഓഫ്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 90% ഓഫ് ദ ടൈമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 10% ഓഫ് ദ ടൈം ഇഗ്നീഷൻ ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഓൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഓക്കെ. റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന ഒരു സമയത്ത് അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മോശമായി വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് മാത്രമാണ് ഒരു ചെറിയൊരു ഗ്ലിച്ചായിട്ട് ഫീൽ ചെയ്തത്. ഇൻറ്റർസെപ്റ്റർ 650 കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി ഒരു ഗ്രണ്ടിയർ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ലൗഡർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ 2 മിറേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ചാഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ മിറർ ഭയങ്കര അടുത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മിറർ അത്രത്തോളം യൂസ്ഫുൾ ആയി തോന്നില്ല. കുറച്ചുകൂടി ഒരു വലിയ മിറർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഹൈവേ കയറാൻ പോവാണ്. അതിന് മുന്നേ കുറച്ചൊരു സോഫ്റ്റ് റോഡിങ് ഏരിയ കണ്ടു, ഇവിടെ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ബൈക്കിന് ആക്ച്വലി കുറച്ചൊരു സോഫ്റ്റ് റോഡിങ് കേപ്പബിലിറ്റീസും ഉണ്ട്. നമുക്കൊന്ന് ഓടിക്കാം. ടയർ സ്ലൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ 650cc എൻജിൻ അതിന് വേണ്ടിയുള്ളതാണ്. ബാക്കിലൊരു വലിയ പുകപടലം തന്നെ ഉണ്ട്. സ്ലൈഡ് ചെയ്ത് കളിക്കാൻ ഭയങ്കര രസമാണ്. ഫ്രണ്ട് പോകാൻ നോക്കിയാൽ മതി. ഫ്രണ്ട് ടയർ പോയാൽ പോയി. കാരണം ഇതൊരു 50-50 ടയറാണ്. വി ഹാവ് എൻ ഓപ്പൺ റോഡ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റിയൊരു ബൈക്കാണിത്. അതുകൊണ്ടാണ് ഇതിനെ സ്ക്രാംബ്ലർ വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ എഞ്ചിൻ പവർ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 Nm ടോർക്കാണ് ഇൻറ്റർസെപ്റ്റർ 650 ആകുമ്പം ഇതിനുള്ളൊരു അഡീഷൻ വന്നിട്ടുള്ളത്. ആ ഒരു 5 Nm ടോർക്കിൽ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്തോ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ ഇതുപോലെ സോഫ്റ്റ് റോഡ് ചെയ്യുന്നൊരു സമയത്തോ ക്ലച്ച് അധികം ഫെദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്ലച്ച് നല്ല ഹെവിയാണ്. ഈ ക്ലച്ച് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ പകുതി മുക്കാൽ എനർജിയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഇൻറ്റർസെപ്റ്റർ 650 ആയിട്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ക്ലച്ച് അധികം ഫെദർ ചെയ്യേണ്ട. സിറ്റിക്ക് അത് സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയറിൽ ഓടിക്കാം. പിന്നെ കണ്ട പോലെ തന്നെ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് നല്ല കൂടുതലാണ്. സ്ലൈഡ് അറൗണ്ട് ചെയ്യുക ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് മിഡിൻ്റെ ആ ഒരു പവറും കൂടെയുണ്ട്. അത് കഴിഞ്ഞ് ടോപ്പ് എൻഡ് എത്തുന്ന സമയത്ത് അധികം ഒരു പവർ ഫീൽ ചെയ്യുന്നില്ല. അതായത് റെഫറേഞ്ച് ആ ഒരു ടോപ്പിലേക്ക് കയറുന്നൊരു സമയത്ത്. അപ്പം ഞാൻ ആക്ച്വലി മാക്സ് ഒരു ചെയ്തത് 150-155 എന്നുമാണ്. അതിൽ കൂടുതൽ കയറുമായിരിക്കും. പിന്നെ ഈ ഒരു വിൻ ബ്ലാസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഒരു 120 ഒക്കെ കഴിയുന്ന ഒരു സമയത്ത്. കാരണം ഇതൊരു സ്പോർട്ടിയർ ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻറ്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന ഒരു കപ്പിൾ ഓടിക്കുന്ന പോലെ നേരെ ഇരുന്ന് ഓടിക്കുന്ന ഒരു സമയത്ത് ഇത് കുറച്ചുകൂടെ ആ ഒരു സീറ്റിൻ്റെ ആ ഒരു സ്കൂപ്പിലേക്ക് കയറിയിരുന്ന് കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് നമ്മുടെ കയ്യിൽ കൺട്രോൾഡ് ആകണ്ടല്ലേ. വെയിറ്റ് നമ്മുടെ കയ്യിൽ നല്ലതുപോലെ കൺട്രോൾഡാണ്. റൈഡിംഗ് പോസ്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പർ ബോഡിക്ക് ചെറിയൊരു സ്പോർട്ടിനെസ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് ഭയങ്കര സ്പോർട്ടി ആണെന്നല്ല. അത് ആക്ച്വലി ഹാൻഡിൽ കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോവർ ബോഡി നോക്കുകയാണെങ്കിൽ ഇൻറ്റർസെപ്റ്ററും ബാക്കി എല്ലാ വണ്ടികളും കമ്പയർ ചെയ്യുന്ന ഒരു സമയത്തും കുറച്ചുകൂടെ റേസഡ് ഫുഡ് പാക്കാണ് വന്നിട്ടുള്ളത്. അതായത് വണ്ടിയുടെ മുകളിൽ നല്ല കൺട്രോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓൾ ടുഗദർ. ഓഫ് റോഡ് പോകുന്ന സമയത്ത് എണീറ്റ് നിന്ന് ഓടിക്കുന്ന സമയത്താണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ ഹാൻഡിൽ ബാർ വൈഡ് ആണെങ്കിലും നല്ല വൈഡ് ഹാൻഡിൽ ബാർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഹാൻഡിൽ ബാർ വൈഡ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമെന്ന് ഒരു ഫീൽ ഉണ്ട്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് ആക്ച്വലി ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാര്യമാണ്. കാരണം എല്ലാ വണ്ടികളിലും റോയൽ എൻഫീൽഡ് പഴം പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ഹാർഡറായിട്ടാണ് കൊടുത്തത്. ഫ്രണ്ടിൽ ഷോയുടെ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ വന്നിട്ടുള്ളത് ട്വിൻ സസ്പെൻഷനാണ്. അതും കൂടുതൽ സ്പ്രിങ്സ് ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സ്പ്രിങ്സ് ഉണ്ട്. അപ്പോൾ സസ്പെൻഷൻ ട്രാവൽ കൂടിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു സ്റ്റിഫർ രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതുപോലെ ബമ്പി ആയിട്ടുള്ള റോഡ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്ന് ഓടിക്കണം, അത്രേ ഉള്ളൂ. എണീറ്റ് ഒന്ന് ഓടിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ അതാ ഇങ്ങനെയാണ് നിന്ന് ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അതായത് ചിന്ന് ഹാൻഡിൽ ബാറിന് മുകളിൽ വരുന്ന രീതിയിലാണ് എണീറ്റ് ചെയ്യുന്നത്. ബൈക്കിൻ്റെ ഒരു രീതിയിലുള്ളൊരു ഹാൻഡിൽ ബാർ റേസസ് വേണം. അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി എന്തിനും വില കൂടെ കയറിപ്പോവും. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പം സസ്പെൻഷനെ ഞാനൊരു രീതിയിലും കുറ്റം പറയില്ല. കാരണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടീൻ്റെ മുകളിൽ നല്ല കൺട്രോൾ ഉണ്ട്. കാരണം
വണ്ടിയിൽ കൺട്രോൾ ഇല്ലാതെ ഭയങ്കര കംഫർട്ടബിൾ സസ്പെൻഷൻ തന്നിട്ടും വലിയൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് റോയൽ എൻഫീൽഡ് കാണാത്തൊരു സസ്പെൻഷനാണ്, കാണാത്ത രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ്. സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. ഇനി ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഫ്രണ്ട് ബ്രേക്കും നല്ല പവർഫുൾ ആണ്, റെയർ ബ്രേക്കും അതിലും നല്ല പവർഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ഇറക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ABS ഡിസെൻഗേജ് ചെയ്യാൻ പറ്റും. അതും ഡിസെൻഗേജ് ചെയ്യാൻ പറ്റുന്ന റെയറിൽ മാത്രമാണ്. അപ്പം റെയർ ബ്രേക്ക് ഒന്ന് ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് റെയർ വീല് ലോക്ക് ആവുന്നുണ്ടെന്ന്. അത് ആക്ച്വലി ഓഫ് റോഡ് കയറുന്ന സമയത്ത് മോശമായിട്ടുള്ള കാര്യമില്ല. നമുക്ക് വണ്ടി ഒന്ന് അലൈൻ ചെയ്യാനൊക്കെ റെയർ വീല് ലോക്ക് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. റെയർ വീൽ ഒന്ന് ലോക്ക് ആകും, പിന്നെ ഒന്ന് സ്ലൈഡ് അറൗണ്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകാറ്. അപ്പോൾ അതൊരു രസമാണ് ഓടിക്കാൻ അങ്ങനെ. പക്ഷേ വേറെ ഓൺ റോഡിലുള്ള ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS ഭയങ്കര സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തൊട്ടേനും പിടിച്ച് എനിക്ക് ABS വരുന്ന പോലെ തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു ഷാർപ്പർ ബ്രേക്കിംഗ് ആണ്. പിന്നെ ഈ വണ്ടിക്ക് കുറച്ച് ഹെവിനെസ് ഉണ്ട്. അപ്പം ഈ ടയർ എന്ന് പറയുന്നത് MRFിൻ്റെ ആണ്. ഇത് ആക്ച്വലി പെരലീൻ്റെ STR എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിൻ്റെ ഏകദേശം ഒരു കോപ്പി പോലെയാണ് ഈ ഒരു ടയർ കാണുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹാർഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം റോഡ് സ്റ്റിക്കി അല്ല. അതായത് മോശമില്ലാത്ത രീതിയിൽ റോഡ് ഓറിയൻറ്റഡ് ഗ്രിപ്പും ഉണ്ട്, മോശമില്ലാത്ത രീതിയിൽ ഓഫ് റോഡ് ഓറിയൻറ്റഡ് ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ ഓഫ് റോഡിന് ബട്ടണായിരിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്, ഹാർഡ് കോമ്പൗണ്ട് ആകുന്നതിന് നല്ലത്. പക്ഷേ റോഡിൽ വരുന്നൊരു സമയത്ത് ABS കുറച്ചുകൂടെ ഏർലി ആയിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടയർ ഇടുന്നതുകൊണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതിനകത്ത് ട്യൂബ്ലെസ് സ്പോക്സ് അല്ല വന്നിരിക്കുന്നത്, ട്യൂബ് ഇട്ടിട്ടുള്ള സ്പോക്സാണ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി റോയൽ എൻഫീൽഡിലൊന്ന് മാറ്റാമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലച്ച് ആക്ച്വലി കുറച്ച് ഹെവിയാണ്. ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 80% ഓഫ് ദ ടൈം കുഴപ്പമൊന്നുമില്ല, എന്ന് വെച്ചാൽ 20% ഓഫ് ദ ടൈം കുഴപ്പമുണ്ടെന്നല്ല. കാരണം ഒരുപാട് ഇൻ്റർസെപ്റ്ററും ബാക്കി വണ്ടികളൊക്കെ 650cc ഓടിച്ചുകൊണ്ട് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അതായത് 20% ഓഫ് ദ ടൈം ചെയിൻ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ ഫോൾസ് ന്യൂട്രൽസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഒരു ചക്കപ്പുഴുക്കം ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ട് മാറും. അപ്പം ചെയിൻ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി വണ്ടിയുടെ എർഗണോമിക്സ് ഞാൻ പറഞ്ഞു നല്ല രീതിയിലാണ് നമ്മൾ ഇരുന്ന് ഓടിക്കുന്നത് എന്നുള്ള. വെയിറ്റ് ഭയങ്കര കണ്ടെയ്ൻഡ് ആണ്. ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സമ്മർ സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീറ്റിംഗ് അറിയുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് ഒന്നുമില്ല. യു ടേൺ എടുക്കുന്ന ഒരു സമയത്ത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു സ്ക്രാംബ്ലർ രീതിയിലാണ് എടുക്കുന്നത്. അതായത് വെയിറ്റ് ഒന്ന് ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. നാട്ടുകാർ വിവരിക്കും എനിക്ക് പ്രാന്താന്ന്. പുറകെ വരുന്നൊരു ലോറിക്കാരുണ്ട്, അയാൾ എന്നെ നോക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ഒന്ന് ഓഫ്സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യു ടേൺ എടുക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഇൻ്റർസെപ്റ്ററും ഇപ്പോൾ മീറ്റിയോറൊക്കെ വരുന്നൊരു സമയത്ത് 650 ഒക്കെ വരുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ഓഫ്സെറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ, വണ്ടിയുടെ വാർഡിനൊക്കെ പോകും. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ കൺട്രോൾ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ എക്സോസ്റ്റ് എന്താ പറയുക, ഒരു ആഫ്റ്റർ മാർക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടലിന് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാർ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള എക്സോസ്റ്റ് ഒക്കെ വെക്കുക. അതായത് ഫുൾ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാട്ടുകാരെ നമ്മൾ തെറി വരും, കാരണം നാട്ടുകാർ കേൾപ്പിക്കണ്ടല്ലോ, നമുക്ക് കേട്ടാൽ പോരെ എക്സോസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡാണ്. ട്യൂണിംഗ് ഇല്ലാതെ നിങ്ങൾ എക്സോസ്റ്റ് ഇതിനകത്ത് ഫുൾ സിസ്റ്റം ഒന്നും ഇടരുത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ക്രാംബ്ലേഴ്സിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെയാണ് പോകാറ്, സാധാരണ സ്ക്രാംബ്ലേഴ്സിൻ്റെ ട്രയംഫിൻ്റെ. അപ്പം അത് മാറ്റി റോയൽ എൻഫീൽഡ് താഴത്തെ കൂടെ ആക്കിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ ഫ്രൈ കൊടുക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും. പിന്നെ എഞ്ചിൻ ബ്ലോക്ക് കുറച്ചുകൂടെ ഒന്ന് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എക്സോസ്റ്റ് താഴെ കൂടെ തന്നെ വെച്ചത്. പിന്നെ ഓണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4,35,000 രൂപീസാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ആക്ച്വലി ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 lakh എന്നൊക്കെ പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന്? അതൊരു നല്ല കോസ്റ്റ് തന്നെയാണ്. 4 lakh എന്ന് പറയുന്നത് ചില്ലറ പൈസയല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൊപ്പോസിഷനിൽ വരുന്നൊരു സമയത്ത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ബുക്ക് പോലെ ഞാൻ ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് ചെയ്യാം. അതായത് ഹാൻഡിൽ ബാർ റേസസ് വയ്ക്കാം, വേണമെങ്കിൽ ഫുഡ് പെഗ് ഒന്നുകൂടെ മാറ്റാം, സസ്പെൻഷൻ മാറ്റാം. ആക്ച്വലി സ്ക്രാംബ്ലേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. സ്ക്രാംബ്ലർ വിഭാഗം ബൈക്ക് എന്ന് പറയുന്നതിന് അങ്ങനെയാണ്. അതായത് നമുക്ക് മോഡുലാരിറ്റി വേണം. അപ്പോൾ മോഡുലാരിറ്റി കാണുന്നൊരു വണ്ടിയാണിത്. പിന്നെ ഇപ്പം കാണുന്നതുകൊണ്ട് പറയുന്നതാണ്, ഈ ഒരു ഡയലിൻ്റെ ആക്ച്വലി വിസിബിലിറ്റി കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അധികം കാണുന്നില്ല. ഗോപ്രോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഗോപ്രോയിലും കാണുന്നില്ലെങ്കിൽ അതൊരു കുറച്ചൊരു സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷേ ഡയലിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവാണ്, എസ്പെഷ്യലി ഡസ്റ്റ് ഒക്കെ തട്ടുന്നൊരു സമയത്ത്. അപ്പം പറഞ്ഞു വന്നത് ആ 4.35 എന്ന് പറയുന്നത് അത്യാവശ്യം വാല്യൂ തന്നെയാണ്. ഈ ഒരു വണ്ടി അത്യാവശ്യം ഹിറ്റാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ. ഓടിക്കാതെ വെറുതെ ഈ റിവ്യൂ മാത്രം കേട്ടിരിക്കുന്ന ആൾക്കാരുടെ എനിക്ക് ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവ്യൂ കാണുന്നത് നല്ലതാണ്, എന്നാലേ ഈ ഇടയ്ക്ക് റീച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പം റിവ്യൂ കണ്ടതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കണം. ഒരു 4 റിവ്യൂവിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു വണ്ടിയെ തള്ളിക്കളയൊന്നും ചെയ്യരുത്. പിന്നെ ബാക്കി ഓണർഷിപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്റേഴ്സിലാണ്. അതിനുശേഷം 5,000 കിലോമീറ്റേഴ്സിലാണ് സർവീസ്, അല്ലെങ്കിൽ 6 months കൂടുമ്പം. സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മേജർ പാർട്സ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ഒരു 1,500 to 2,500 ഒതുങ്ങും. അതല്ല പാർട്സ് ചേഞ്ചിനെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ഒക്കെ വരാറുണ്ട്. ഇനി മൈലേജിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു 17 to 19 ഒക്കെയാണ് സിറ്റിയിൽ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഹൈവേയിൽ വരുന്ന സമയത്ത് ഒരു 20 to 25 ഒക്കെ കിട്ടും. ഓഫ് റോഡ് ചെയ്യുന്ന ഒരു സമയത്ത് 15 ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകും. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഇതിൻ്റെ ഫ്യൂൽ ഗേജിന് അത്രത്തോളം ഒരു ആക്യുറസി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി വേരിയൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടാങ്ക് റേഞ്ച് അത്രത്തോളം ഇല്ല. യൂസബിൾ ഫ്യൂൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 8 to 10 liters മാത്രമാണ്.
പ്രശ്നമാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ടാങ്ക് വേണം എന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടില്ല. കാരണം എഗെയിൻ ഇതൊരു സ്ക്രാംബ്ലിംഗ് മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫ്യൂല് കൊണ്ടുപോകാനുള്ളതല്ല. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ആർക്ക് സെറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ സിറ്റിയിലേക്കാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് 650യേക്കാളും ഈസിയർ ആയിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. മറ്റേത് 650 എന്ന് ഉദ്ദേശിച്ചത് കവാസാക്കിൻ്റെ 650 ഒന്നുമല്ല, റോയൽ എൻഫീൽഡിൻ്റെ 650 വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കംഫർട്ടബിൾ 650 ആണ്. അതിൽ സംശയമൊന്നുമില്ല. പില്ലിനെ വെച്ച് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സിറ്റിയിലേക്ക്. അതായത് ഞാൻ ഇന്നലെ ഒരു 1-1.5 മണിക്കൂർ ഡെഡ് ട്രാഫിക്കിൽ നല്ല വെയിലത്ത് ഇത് ഓടിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വണ്ടി ഹീറ്റ് ആവുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 ഓടിക്കുന്ന പോലെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഹൈവേയിൽ വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു 120 to 130 ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു ടോളർ വിൻസ്ക്രീൻ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിൻ ബ്ലാസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടാങ്ക് ബാഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ടൂറിനൊക്കെ പോകാം. എഗെയിൻ ഒരു അത്രത്തോളം പില്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊരു ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതല്ല ബൈക്ക്. ഹിമാലയനാണ് ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു ബൈക്ക്. ഇത് ആക്ച്വലി സോഫ്റ്റ് റോഡിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോകുന്നൊരു സമയത്ത് വരുന്ന ഒരു സിനാരിയോ ആണ്. ഒരുപാട് ഹൈവേയിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹൈവേയിലാണ്ടാവും. പിന്നെ കുറേ ഇടവഴികളും ഇതുപോലെ ഇങ്ങനെ ഉള്ള പറമ്പുകളിലൂടെയൊക്കെ ആയിരിക്കും ഓടിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അടിപൊളി ഹൈവേയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടെറൈൻ ഓടിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു വണ്ടിയാണ്. അത് ഓൺ ആൻഡ് ഓഫ് നന്നായിട്ട് ഓടും. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളിപ്പോൾ ട്രെയിലാണ് ഓടിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ട്രെയിൽ റൈഡിങ്ങിന് 100% ഹിമാലയൻ തന്നെയാണ്. അതല്ല ഓഫ് റോഡിങ് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിമാലയൻ യൂസ് ചെയ്യുക. കാരണം ഇത് വെച്ച് ഓഫ് റോഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഷാസി ഇപ്പോൾ കേപ്പബിൾ ആണ്. പക്ഷേ വണ്ടിയുടെ എഞ്ചിൻ ഭയങ്കര ഹെവിയാണ്. ആ എഞ്ചിൻ ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രസമാണ്. ഒരു പമ്പാണ്. അതായത് വീലിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ചാടി വരും. പിന്നെ വണ്ടി ഒരു ഒബ്സ്റ്റക്കിൾ ജമ്പൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വണ്ടി ഫ്രണ്ട് വീല് ലിഫ്റ്റ്, എഞ്ചിൻ അത്രത്തോളം തിളച്ച് നിൽക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ബെസ്റ്റ് ഓഫ് റോഡിങ് മെഷീൻ. അതിൽ സംശയമൊന്നുമില്ല. ഹിമാലയൻ തന്നെയാണ് നല്ല ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു വണ്ടിയോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ഈ ഒരു വണ്ടി ആക്ച്വലി കിട്ടാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അത് 3 മാസം ഒന്നായിരുന്നു എൻ്റെ വെയിറ്റിംഗ് പീരീഡ്. ഞാൻ റോയൽ എൻഫീൽഡിനെ വിളിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ അവരോട് ഞാൻ ചോദിച്ചു, ഞാൻ ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ, കാരണം നിങ്ങൾ എന്താ വണ്ടി തരാത്തത്? കാരണം അത്രയും കാലം കഴിഞ്ഞിട്ടാണ് വണ്ടി എനിക്ക് തന്നത്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വണ്ടി കിട്ടുന്ന സമയത്ത്. പക്ഷേ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പം എനിക്ക് ഒരു ഫ്രസ്ട്രേഷനും ഇല്ല. പിന്നെ ആസ് എ റിവ്യൂവർ ഞാനൊരു വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വണ്ടിനോട് ഒരു ഗ്രഡ്ജും തീർക്കേണ്ട ആവശ്യമില്ല. കാരണം വണ്ടി ആബ്സല്യൂട്ട്ലി ഫൈൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും, വണ്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞിരിക്കും. പക്ഷേ ഈ വണ്ടി കിട്ടിയപ്പം ഞാൻ ആ വെയിറ്റ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ മറന്നുപോയി. നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അത്രത്തോളം പവർഫുൾ അല്ല. രാത്രി കാലങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതിന് ട്യൂബ്ലെസ് ആയിട്ടുള്ള ആ സ്പോക്സ് അല്ല വരുന്നത്. അപ്പം അതൊരു ലിമിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹാൻഡിൽ ബാർ റേസസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പൊളി ആയേനൊന്നൊരു ഫീൽ ഉണ്ട്. അതർവൈസ് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വെഹിക്കിൾസേ ഉള്ളൂ. അതായത് ഹിമാലയൻ ഉണ്ട്. അപ്പം ഇറ്റ് കീപ്സ് അപ്ഡേറ്റിംഗ്. ഹിമാലയൻ ഇറങ്ങിയ സമയത്ത് ഹിമാലയൻ 450 ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി. അത് കഴിഞ്ഞ് ഗൊറില്ല ഇറങ്ങിയപ്പോൾ എനിക്ക് ഗൊറില്ലയാണ് ആ 450cc ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ 650cc എനിക്ക് ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു ബൈക്ക് ഇതാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇന്റർസെപ്റ്റർ വാങ്ങണം, മീറ്റിയർ വാങ്ങണം, ഷോട്ട് ഗൺ വാങ്ങണം. ഈ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് അവർക്കുള്ള ഇതേ പരിപാടി തന്നെയാണ്. അതായത് ജംസ് മുട്ടായിൻ്റെ എല്ലാ കളറിലും എല്ലാം ഓരോരോ വേരിയൻ്റ് ഉണ്ടാക്കി വിടും. അപ്പം പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ കളർ വേരിയൻസ് ഒക്കെ അടിപൊളി കേട്ടോ. ജംസ് മുട്ടായി എന്ന് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് ഇസ് ഡൂയിങ് എ റിയലി ഗുഡ് ജോബ് ഇൻ പെയിൻറ്റിങ് നൗ. അപ്പം ഏതോ ഒരു നല്ല കലാകാരൻ അവിടെ കയറിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പം എല്ലാ 650s വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഷോട്ട് ഗൺ മീറ്റിയർ ആക്ച്വലി കുറച്ചൊന്ന് പുറകോട്ടേക്ക് വയ്ക്കുന്നത്. അത് പ്യുവർലി ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്റർസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇടത്തരം രീതിയിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. സ്ക്രാംബ്ലർ ഇസ് ലൈക്ക് ആർക്കും ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ്. പിന്നെ ബാക്ക് പെയിൻ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വണ്ടിയല്ല ഇത്. കാരണം മുന്നോട്ട് കുറച്ച് കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന വണ്ടികൾക്കാണ് ബാക്ക് പെയിൻ വരിക എന്നുള്ളത്. അപ്പർ ബാക്ക് പെയിൻ, അതായത് ആ ഒരു രീതിയിലുള്ള ഒരു ബാക്ക് പെയിൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ യെസ്, ഒരു പക്ഷേ ബാക്ക് പെയിൻ വരുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പോകാം. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയത്. എങ്ങനെ അവിടെ എക്സിറ്റ് പോയിന്റ് ഇല്ലെങ്കിൽ തീർന്നു. ഉണ്ട്. അപ്പം അപ്പർ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വണ്ടി ഒരു പ്രശ്നമുള്ളൂ. അതർവൈസ് ഇതൊരു പ്രശ്നമേ അല്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ നേരം എന്താ പറയുക, കുറേ ദിവസം ഓടിച്ചതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. കണ്ടല്ലോ, ചാടിച്ചെടുത്തുകൊണ്ടൊക്കെ പോവാം. ഇങ്ങനെയാണ് ആക്ച്വലി സ്ക്രാംബ്ലേഴ്സ് ഓടിക്കുക. കുഴി കണ്ടാൽ ചാടണം, മല കണ്ടാലും ചാടണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye-bye.